നമസ്കാരം. കേരള 70 ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓയിൽ ലീക്ക്, എയർ ഫിൽറ്റർ ബോക്സിൻ്റെ അകത്തൂടെ ഓയിൽ ലീക്ക് വരുന്നുണ്ട്. സൈലൻസറിൽ വന്നിട്ടുണ്ട് ഓയിൽ ലീക്ക്. തുറന്നു നോക്കി, അപ്പോൾ ഈ ബ്രീത്തർ പൈപ്പിൻ്റെ അവിടെ കൂടെയാണ് ഓയിൽ ലീക്ക് വന്നത്. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല വണ്ടി ചെറുതായിട്ടൊന്ന് ചരിഞ്ഞായിരുന്നു. ഇവിടെ സ്ക്രാച്ചായി. ഓഫ് റോഡ് പോയപ്പോഴത്തേക്ക് ഒരു കല്ലിൽ തട്ടി വണ്ടി എഞ്ചിൻ പാടെ ചരിഞ്ഞു. വേറെ ടാങ്കിനൊന്നും വേറെ വിഷയമില്ല, ക്രാഷ് കാർഡ് ഒന്നും വേറെ വിഷയമില്ല. പക്ഷേ സൈലൻസറിൻ്റെ അവിടെ കൂടെ കണ്ട് ഈ കാണുന്നുണ്ടല്ലോ, ചരിഞ്ഞ് ശകലം ഇതായി ഡെൻഡായി, ഇതോടെ ബെൻഡായി. അപ്പോൾ ചരിഞ്ഞതിന് ശേഷം എടുത്ത്, ആളില്ലാത്ത സ്ഥലമായിരുന്നു, കുറച്ച് കഷ്ടപ്പെട്ട് വണ്ടി എടുത്ത് നൂത്ത് വെച്ച് നോക്കിയപ്പോൾ ശ്രദ്ധിച്ചില്ല ഞാൻ, ഓടിഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് ഓയിൽ ഇവിടെ കളഞ്ഞു കിടപ്പുണ്ട്. ഇതിൽ നിന്ന് വീഴുന്നതാണ് ഓയിലുണ്ട്, കാണാമല്ലോ, ലീക്കായി, നല്ല ലീക്കുണ്ട്, ഓയിൽ ലീക്ക് വന്നു. നമ്മൾ വണ്ടി ചരിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കാതെ ഓടിക്കഴിഞ്ഞാൽ ഈ എയർ ഫിൽറ്റർ നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തോട്ട് എയർ വലിച്ച് കാർബറേറ്ററിലോട്ട് പോവില്ല. നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളക്കി നോക്കാം. അപ്പോൾ കാർബറേറ്ററിൽ കറക്റ്റായിട്ട് എയർ പ്രഷർ, എയറിൻ്റെ ഇത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മിസ്സിങ്ങും, അതുപോലെ സ്റ്റാർട്ടിങ് ട്രബിളും, മൈലേജ് കുറവും, അതുപോലെ എല്ലാ വിഷയങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും. എയർ ക്ലിയറായിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ ഇത് ചോക്കാവും. ഇത് എയർ ഫിൽറ്റർ നനഞ്ഞു കഴിഞ്ഞാൽ, ചോക്കായി കഴിഞ്ഞാൽ പോവില്ല. അപ്പോൾ ഒന്നുകിൽ എയർ ഫിൽറ്റർ മാറുക, അല്ലെങ്കിൽ നല്ല ക്ലീൻ ചെയ്തിട്ട് ഇടുക. വെയിലത്ത് വെച്ച് ഉണക്കി ആ ഓയിലിൻ്റെ അംശം ഇല്ലയെന്ന് കണ്ടിട്ട് നമുക്ക് വണ്ടി ഇടാൻ പറ്റും. ഇത് എയർ ഫിൽറ്ററിൽ ഓയിൽ വന്ന കാര്യം, ഈ വണ്ടി ചരിഞ്ഞപ്പോഴത്തേക്ക് ഈ ബ്രീത്തർ പൈപ്പ് വഴി നേരെ എയർ ഫിൽറ്ററിൻ്റെ അവിടെ വരെയാണ്. ഈ വണ്ടി ചരിഞ്ഞ് പാടെ വീഴുമ്പോഴത്തേക്ക് ഈ ഓയിലിഞ്ഞ് നേരെ മേളിൽ വന്ന് ഇങ്ങനെ ഈ ബ്രീത്തർ പൈപ്പിൻ്റെ അവിടെ കൂടെയാണ് ഇത് എയർ ഫിൽറ്റർ ഇളക്കി നോക്കാം. ഇളക്കിയിട്ട് വിഷയം ഉണ്ടെന്നുള്ളത് നോക്കാം നമുക്ക്. എയർ ഫിൽറ്ററിളക്കാൻ 10-ാം നമ്പർ ചാവിട്ട് ഇതിനെ ലൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ ഓയിൽ കുറയും. ഓയിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഓയിൽ ഒഴിക്കേണ്ടി വരും. ഇതിൻ്റെ ഭാഗത്ത് വലിയ വിഷയം വന്നിട്ടില്ല. ബ്രീത്തർ പൈപ്പിൻ്റെ ഹോള് ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇതിൽ നിന്നാണ് ലീക്ക് വരുന്നത്. അതുകൊണ്ട് ഈ ബ്രീത്തർ പൈപ്പ്, ഈ ഹോള് ഇവിടെ വരും. ഈ ഓയിൽ ഇവിടെ നിന്നാണ് ഇതിൻ്റെ പുറത്ത് വീഴുന്നത്. കണ്ടോ, എയർ ഫിൽറ്റർ ഇവിടെ പുറമൊക്കെ ഒന്ന് നനഞ്ഞിട്ടേ ഉള്ളൂ, അല്ലാതെ വേറെ വിഷയം വരില്ല. അകത്ത് നന്നായിട്ട് ഓയിൽ വീഴുന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ വെച്ച് ഓടിക്കഴിഞ്ഞാൽ എയർ കിട്ടാതെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ക്ലീൻ ചെയ്തിട്ട് എയർ ഫിൽറ്റർ, ഇപ്പോൾ ഇതിൽ വലിയ നനവുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേറെ എയർ ഫിൽറ്റർ മാറ്റേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇത് എയർ ഫിൽറ്റർ വീഴുന്നതിൻ്റെ അതുകൊണ്ടല്ല, ഒരു ചെറിയ ബെൻഡുണ്ട് കേട്ടോ. എയർ ഫിൽറ്റർ കറക്റ്റ് ടൈറ്റ് ആക്കി, കൂടുതൽ ടൈറ്റ് ആയതിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. എയർ ഫിൽറ്ററിൻ്റെ വിഷയം വന്നിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ട് ഇവിടെയൊക്കെ ബെൻഡായിട്ടുണ്ട്. അത് പ്രസ്സിങ് ആകുമ്പോൾ ഇരുന്ന് കുറേ ഓടുമ്പോഴത്തേക്ക് അത് പ്രസ്സാകും. അങ്ങനെ സംഭവിക്കാനും ഇടയുണ്ട്. ഞാൻ സാധാരണ ടൈറ്റ് അത്ര കൊള്ളിക്കാറില്ല. ഒരു മാക്സിമം ഒരു ചെറിയ ഒരു ടൈറ്റിലാണ് നിർത്തിയിരുന്നത്. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കയറി ടൈറ്റ് ആയതാണ്, അങ്ങനെ സംഭവിച്ചതാണ് കേട്ടോ. എയർ ഫിൽറ്ററിനകം എപ്പോഴും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഓയിൽ കറക്റ്റായിട്ട്, ഇത് എയർ ഫിൽറ്ററിൽ അല്ലാതെ നമുക്ക് ഓയിൽ വരാൻ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രീത്തർ പൈപ്പിൻ്റെ ഞാൻ കാണിച്ചില്ലേ, ഈ ബ്രീത്തർ പൈപ്പിൻ്റെ അവിടെ നിന്ന് വരും. അത് ഈ എഞ്ചിനിൽ
നമ്മുടെ പിസ്റ്റൺ വർക്കാകുമ്പോഴത്തേക്ക് ടി ഡി സിന്ന് ബി ഡി സിയിൽ വരുമ്പോഴത്തേക്ക് ടോപ്പ് സെൻറ്ററിൽ നിന്ന് ബോട്ടം സെൻറ്ററിൽ വരുമ്പോൾ ഈ വരുന്ന വായു വാക്യൂം ക്രിയേറ്റ് ആവും, ഗ്യാസസ്. അത് താഴ്പോട്ട് വരുമ്പോഴത്തേക്ക് എഞ്ചിനിൽ വരും. എഞ്ചിനിൽ വന്ന് അത് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ബ്രീത്തർ പൈപ്പ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ്. അതിനാണ് ഈ ബ്രീത്തർ പൈപ്പിൻ്റെ ഉപയോഗം. അതാണ് ടി ഡി സിന്ന് ബി ഡി സി ബോട്ടം സെൻറ്ററിൽ നിന്ന് നമ്മുടെ ടോപ്പ് സെൻറ്ററിൽ നിന്ന് പിസ്റ്റൺ താഴോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസസിനെ ഇവിടെ നിന്ന് എടുത്ത് നേരെ ബ്രീത്തർ പൈപ്പ് വഴി ഇവിടെ ഇഞ്ഞ് കൊടുക്കുന്നു. മുമ്പൊക്കെ പണ്ടത്തെ വണ്ടിക്കൊക്കെ ആണെങ്കിൽ കണക്ഷൻ ഇവിടെയാണ് കൊടുക്കുന്നത്, ഈ ചെയിനിൽ. അപ്പോൾ ചെയിനിൽ ഇതിൽ നിന്ന് വരുന്നത് ചെയിൻ ലൂബിങ്ങിനും ഇവിടെ നിന്ന് വരുന്ന ഓയിൽ നേരെ ചെയിനിൽ വന്നു കഴിഞ്ഞാൽ ചെയിനിൽ ലൂബിങ്ങിനും കൂടെ ഉപയോഗപ്പെടുന്ന രീതിയിലാണ് പണ്ടത്തെ വണ്ടിക്കൊക്കെ പഴയ വണ്ടിയിൽ നമ്മൾ കാണുന്നുള്ളത്. അങ്ങനെയാണ് അവർ കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും ഇത് നേരെ വെളിയിലോട്ടാണ് വരുന്നത്, ഇതിൻ്റെ മേളിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടുതൽ ഓയിലായിക്കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിനിൽ 2.5 ലിറ്ററിൽ നിന്ന് മേളിലോട്ട് കൂടുതൽ 3 ലിറ്ററോ 3.5 ലിറ്ററൊക്കെ ചിലപ്പോൾ ചിലർ അറിയാതെ ഒഴിക്കണമെങ്കിലും ഈ പൈപ്പ് വഴി ഇതിങ്ങോട്ട് വരാൻ സാധ്യത ഉണ്ട്, കൂടുതലായിട്ടും ഉണ്ട്. ഈ പൈപ്പ് അടഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ കൂടുതൽ ചൂടാവാനും ഓവർ ഹീറ്റൊക്കെ വരുന്നത് ഈ പൈപ്പ് അടയുമ്പോഴത്തേക്കാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാർശ്വഫലം എന്ന് പറയുമ്പോൾ ഫ്ലഗിലും വരും. ഈ എയർ നേരെ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ സ്പാർക്ക് പ്ലഗ് കരിയാവും, സ്പാർക്ക് പ്ലഗ് ഷോർട്ടാവാനും ഒക്കെ അതുകൊണ്ട് ഇടവരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ വണ്ടി ചരിയുമ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. ഓയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ടും ഓയിൽ കുറവുണ്ടെങ്കിൽ ഓയിലും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പോഴെന്തായിരുന്നാലും ഒരു 100 മില്ലി വരെ കളഞ്ഞിട്ടുണ്ട് വണ്ടി ചരിഞ്ഞപ്പോഴത്തേക്ക് കേട്ടോ. ഈ സൈലൻസറിൽ ഒക്കെ കാണാനുണ്ടല്ലോ. അപ്പം നമുക്കതിന് കുറച്ച് കുറവുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുറവുള്ള ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലും കുറവുണ്ടായിരുന്നാലും വിഷയം വരും. അങ്ങനെ ഓയിൽ നമുക്ക് ഒഴിക്കാം. ചരിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓയിൽ കളഞ്ഞു കഴിഞ്ഞാലും ചിലർ വിചാരിക്കും കുഴപ്പമില്ലെന്ന് വിചാരിച്ച് ഓടും. പക്ഷേ ഓയിൽ കറക്റ്റാണ് നമ്മൾ റീഫില്ല് ചെയ്ത് കൊടുക്കണം. ലിക്വിഡ് ഗണ്ണിൻ്റെ തന്നെ ഓയിലുണ്ട്, നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ഓയിലാണ്. ഒഴിച്ചിട്ട് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തുമ്പോൾ എപ്പോഴും സ്റ്റോക്ക് ഓയിൽ വെച്ചിരിക്കും. കുറച്ചൊഴിക്കാം. ശകലം കൂടെ ഒഴിക്കാം. എന്നാൽ ഇത്രയും ഓയിലിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് 1000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടോപ്പപ്പും കൂടെ ചെയ്യണമെന്നാണ്. അടച്ചു കൊടുക്കുക. എയർ ഫിൽറ്റർ നമ്മുടെ കയ്യിൽ ഒരു സ്പെയർ ഉണ്ടെന്ന്. ഇത് വലിയ കുഴപ്പമില്ലാത്തതാണ്. ഇത് വേണമെങ്കിലിടാം. പക്ഷേ നമുക്കിത് ഇതിനേക്കാളും പുതിയ എയർ ഫിൽറ്ററാണ്. ഇത് 1 മാസം ആയതേ ഉള്ളൂ മാറ്റിയിട്ട്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും ബെറ്റർ. ഇതിന് നനഞ്ഞിട്ടില്ല, നനവില്ല. അതുകൊണ്ട് ഇത് തന്നെ നമുക്ക് തിരികെ റിട്ടേൺ ഇടാം. കറക്റ്റായിട്ട് നമ്മൾ പറയാറുണ്ട് എപ്പോഴും ഇത് വലിയ ടൈറ്റ് വേണ്ടെന്ന്. ഇളവി വീഴാത്ത രീതിയിൽ ഉള്ള ടൈറ്റ് ആവശ്യമുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. ഇവിടെയും ചെറുതായിട്ടൊന്ന് ബെൻഡായി. അത് കുഴപ്പമില്ല, ടച്ച് ചെയ്ത് മാറ്റാം. ഫ്ലഗ് ഒന്ന് അടിച്ച് നോക്കണം. വണ്ടി ചരിഞ്ഞതിന് ശേഷം ഒരു 15 കിലോമീറ്ററൊക്കെ വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നു. ഫ്ലഗ് കറക്റ്റായിട്ട് മൈലേജ് ഉണ്ടെങ്കിൽ ഫ്ലഗ് ഒന്ന് വെളുത്തിരിക്കും.
കറക്റ്റ് ട്യൂണിങ് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ, പ്രോപ്പർ ട്യൂണിങ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലഗിൽ നോക്കുമ്പോൾ അറിയാൻ കഴിയും. കളറിന് വ്യത്യാസം വല്ലതും ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. പുറമെ കറക്റ്റ് ബ്രൗൺ കളറാണ്. കണ്ടോ, കറക്റ്റ് ബ്രൗൺ കളറാണത്. ഇതിനകത്ത് കരിയൊന്നുമില്ല. കറക്റ്റ് നല്ല മൈലേജാണ് ഇത് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, കൂടുതൽ വണ്ടി ചരിഞ്ഞ് എയർ കാർബേറ്ററിനകത്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ലീൻ മിക്സറായി. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പാർക്ക് എപ്പോഴും ഷോർട്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്തിടാം. എയർ ഫിൽറ്റർ പഴയതായിരുന്നാലും പൊടി കൊണ്ട് അടഞ്ഞിരുന്നാൽ പോലും ഇത് കറക്റ്റായിട്ട് എയർ ഇതിനകത്തോട്ട് വരില്ല. അപ്പോൾ വരാതെ നിൽക്കുമ്പോഴത്തേക്ക് സ്പാർക്കിലും മൈലേജിനുമൊക്കെ അത് വിഷയം വരും. ഓക്കെ, സ്പാർക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കിട്ടിയ ഇത് ഈ ഓസ് ഇളവി കിടക്കുന്നത് വാട്ടർ ഡ്രെയിനേജിൻ്റെ ആണ് കേട്ടോ. ഇത് നമ്മൾ ഓസ് കറക്റ്റായിട്ട് ഇത് മുറിഞ്ഞു പോകും. ഇത് മുറിഞ്ഞാണ് വീഴുന്ന് കിടക്കുന്നത്. ഇളവിയല്ല, പകുതി ഇതിനകത്തുണ്ട് ടൈറ്റ്. ഇത് മുറിഞ്ഞ് വീഴുന്ന് കിടക്കുകയാണ്. ഇതിപ്പോൾ ഇത് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ടാങ്കിലിരുന്ന് വെള്ളം നേരെ വന്ന് കറക്റ്റായിട്ട് ഇവിടുന്ന് സ്പാർക്കിലോട്ട് തന്നെ വരും. അപ്പോൾ സ്പാർക്ക് മഴയത്ത് അങ്ങനെ നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ വരും. അതുകൊണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കണം. കയറുന്ന പിരി കംപ്ലീറ്റും ഇട്ടതിന് ശേഷം സ്പാൻഡർ എടുക്കാവൂ. അല്ലെങ്കിൽ റോങ് പിരി മാറി കയറിക്കഴിഞ്ഞാൽ അതോടെ ഒടിയാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വലിയ ടൈറ്റ് വേണ്ട, ആവറേജ് അത്രയും ടൈറ്റ് മതി കേട്ടോ. ഇത് കൊടുക്കാം. സ്പാർക്ക് ഇതിൻ്റെ അഡാപ്റ്റർ ഇടുമ്പോഴത്തേക്ക് ടിക്കനൊരു സൗണ്ട് കേൾക്കും. സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഇത് ഫിറ്റായെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. വണ്ടി നമ്മളെ കൈവശത്തിൽ നിന്ന് അറിയാതെയൊക്കെ നമ്മൾ ചരിഞ്ഞ് വീഴാറുണ്ട്. ഓഫ് റോഡൊക്കെ പോകുമ്പോഴത്തേക്ക് ചരിഞ്ഞ് വീഴാറുണ്ട്. ചരിഞ്ഞ് വീഴുന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ നമ്മൾ ആദ്യം നോക്കുക. പിന്നെ ഇതുപോലുള്ള ഓയിൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലും റീഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ വലിയ വിഷയം വരാതെ പോകും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിതേപോലെ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്താൻ കഴിയും. ഓക്കെ, താങ്ക് യു.